ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ മെഹന്തി നൈറ്റായിട്ടോ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഒരു ഫുള്ളായിട്ടൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കേട്ടോ. അപ്പം നമ്മൾ സാരിയാണ് കോസ്റ്റ്യൂമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ കളർ വന്നിട്ട് റെഡാണ്. ഇതെൻ്റെ സാരി തന്നെയായിട്ട് ഏകദേശം ഒരു 4 വർഷം മുന്നത്തെ സാരി കേട്ടോ. എനിക്കൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എടുത്തതാണ്. ബ്ലൗസൊക്കെ കുറച്ചൊക്കെ ഫിറ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. നൈറ്റിലാണ് നമ്മൾ മെഹന്തി നൈറ്റ് നമ്മൾ സ്റ്റാർട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ലൈറ്റ് പോകുന്നതിന് മുമ്പ് അവളെ കുറച്ച് സിംഗിളും ഗ്രൂപ്പൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സാരി വന്നിട്ട് റെഡ് കളർ സാരി കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ക്യാമറാമാൻ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിങ്ങനെ ലാഗ് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവനാണെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് പോകുന്നേ ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ പുതിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡി ആയതുകൊണ്ടായിരിക്കും, നമ്മൾ എവിടേക്കോ പോകാനുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും ഇവനാണെങ്കിൽ എൻ്റെ അടുത്ത് മാറുന്നേ ഇല്ലായിരുന്നു കേട്ടോ. സാരി എടുത്തിട്ട് അവനെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും സാരിയൊക്കെ റെഡിയാക്കുന്ന ഓരോരോ തിരക്കിലായിരുന്നു കേട്ടോ. ഇതാണ് അവളെ സാരി വന്നിട്ട് കേട്ടോ. അവളെ ഉമ്മാൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ. കുറേ വർഷം പഴക്കമുള്ള സാരിയാണ്. പക്ഷേ ആൾക്ക് സാരി എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എസ്പെഷ്യലി ഒരു ഗ്രീൻ കളറായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സാരിയും ദുപ്പട്ടയൊക്കെ അവളെ ഉമ്മാൻ്റെതാണ് കേട്ടോ. നമ്മളൊരു പഴയൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നൈറ്റ് ആയിട്ടുണ്ട്, ക്യാമറമാൻ എത്താനായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. എൻ്റെ മമ്മി എൻ്റെ മകന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കട്ടോ. നടന്ന് ഉമ്മ കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം സാരി എടുത്തതുകൊണ്ട് റെസ്റ്റ് എടുക്കുക കേട്ടോ. ഓൾമോസ്റ്റ് ഉമ്മയ്ക്ക് എപ്പോഴും സാരിയാണ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സാരി എടുക്കുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും അങ്ങോട്ട് നടക്കാനൊന്നും കഴിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പോസ്റ്റായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മളെ ചെക്കിന് സർപ്രൈസായിട്ട് നമ്മളെ വീട്ടിലോട്ട് കയറി വരുന്നത് കേട്ടോ. നമ്മളാരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അവളെന്നെ ആകെ ഷോക്കായിട്ടുണ്ട്. കാരണം അവൻ ഇന്നലെ ആട്ടോ സൗദിയിൽ നിന്ന് വന്നത്. അപ്പോൾ ഇന്നലെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു, കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവൾ കണ്ടപ്പോൾ ആകെ ഷോക്കായിപ്പോയി. ഞങ്ങളും ആകെപ്പാട് ഷോക്കായി പോയിട്ടോ. അപ്പോൾ അവളെ ഉപ്പ പറ്റിച്ച പണിയാണ്. അപ്പോൾ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. നമ്മളാരും തന്നെ അറിഞ്ഞില്ല കേട്ടോ. നമ്മളാകെ എല്ലാവരും സംസാരിച്ചിരിക്കുന്ന ടൈമിൽ അവൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നതാട്ടോ. ആളെന്നെ ആകെപ്പാട് ഷോക്കായിട്ടുണ്ട്. കാരണം ആൾ ആദ്യമായിട്ടാണ് സാരി എടുത്തിട്ട് അവൻ കാണുന്നത് കേട്ടോ. പക്ഷെ അവന് നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവനില്ല വെള്ളവും എല്ലാം കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അവൻ വന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അവനെയും കൂടി മെഹന്തി നൈറ്റിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഫൈനലി നമ്മളെ ക്യാമറാമാൻ എത്തിയിട്ട് അപ്പോൾ നമ്മൾ മെഹന്തി നൈറ്റ് സ്റ്റാർട്ടാക്കി കേട്ടോ. നമ്മളൊരു 8 മണിക്ക് തുടങ്ങണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ചെക്കൻ സർപ്രൈസ് ആയിട്ടൊരു എൻട്രി വന്നതുകൊണ്ട് പിന്നെ അവനില്ല ഫുഡും വെള്ളമൊക്കെ കൊടുത്തപ്പോൾ അതിന് ടൈം കുറേ മാറിപ്പോയിട്ട് ഒരു 9 o'clock പിന്നെ നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. പിന്നെ ആൾ തലേന്നേ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് ഇടുമ്പോൾ പിന്നെ പെട്ടെന്ന് അന്ന് ചുമന്ന് കിട്ടില്ലല്ലോ. അങ്ങനെ ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും. മെഹന്തി നൈറ്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ മെഹന്തി സ്റ്റാർട്ടാക്കി എല്ലാവരും മെഹന്തിയൊക്കെ ഇടുന്ന തിരക്കിലായിരുന്നു കേട്ടോ. നമ്മളൊരു പഴയൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ മെഹന്തി ഇടാൻ പോവുക കേട്ടോ. നല്ല അടിപൊളി ഡിസൈൻ ആയിരുന്നു കേട്ടോ അവളിട്ട മെഹന്തി. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവനും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ ഏതായാലും വന്നതുകൊണ്ട് അവനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പോൾ അതും കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവൻ ആദ്യം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവന് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കട്ടെ. ഫുഡ് ഇവിടെ ഏൽപ്പിച്ചതാണ്. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മളെ ഫാമിലിയിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ചിലരൊക്കെ പുറത്താണ്. അവരെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നാളത്തെ ഒരൊറ്റ ദിവസം കൂടി ഉള്ളൂ നമ്മുടെ മാരേജിന്. അപ്പോൾ നമ്മൾ പോയി സുഖമായിട്ട് കിടന്നുറങ്ങണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി പിക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.